സഹൃദയരെ, ഇത് ഒരു കഫത്തിനും ശ്വാസം മുട്ടലിനുമുള്ള ഒരു ചൂർണമാണ് ഈ റെഡിയാക്കുന്നത്. ഇതിൻ്റെ രോഗലക്ഷണമെന്ന് പറഞ്ഞാൽ പുറം തലയിൽ കഫം കെട്ടി, നെറ്റിയിലവിടെയും കഫം കെട്ടി, കുഞ്ഞു കുഞ്ഞു ഞരമ്പുകളിലെല്ലാം കഫം നിറഞ്ഞതിന് ശേഷം എപ്പോഴും തലവേദന, തലഭാരം, മൂക്കടപ്പ്, ജലദോഷം ഇത് വിട്ടുമാറാതെ ശരീരത്ത് നിലകൊള്ളും. ഇത് മറ്റുള്ള വൈദ്യന്മാർ ഇതിനെ സൈനറ്റീസ് എന്ന് പറയും. നമ്മൾ ഇതിനെ മയക്ക് ശ്വാസം എന്ന് പറയും. മയക്കം എപ്പോഴും തളർച്ച, തവളമുട്ട് ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ മയക്ക ശ്വാസം എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയം തളരും. അതുകൊണ്ട് ശരീരത്തിന് എപ്പോഴും തളർച്ചയുണ്ടാവും, മുഖം വിയർപ്പ്, ഇങ്ങനെയുള്ള രോഗങ്ങളാണ് ഈ രോഗലക്ഷണങ്ങൾക്ക് ശരീരത്ത് കാണിക്കുന്നത്. ആ രോഗത്തിനാണ് ഈ ഏലന്തരി ചൂർണം, ഏലക്ക കൊണ്ടുണ്ടാക്കുന്നതാണ്. പിന്നെ വേറെ ഉള്ള മരുന്നുകളും കൂടി ചേരും. ഇതിൻ്റെ പ്രധാന മരുന്ന് ഏലക്ക, പിന്നെ തിപ്പലി, ചുക്ക്, ഇതൊക്കെ അതിമധുരം, ഇതൊക്കെയാണ് ഇതിൻ്റെ മരുന്നുകൾ. ഇത് കഴിച്ച് ഉടൻ തന്നെ ഈ തവളമുട്ട്, ശ്വാസം മുട്ടൽ, പഞ്ചേന്ദ്രിയം തളർച്ച, പിന്നെ ചുമ, തലവേദന, തലഭാരം, തലക്കനം ഇതെല്ലാം കുറയാൻ തുടങ്ങും. ഇത്രയും ഡോസ് മരുന്ന് കഴിച്ച് തീരുമ്പോഴത്തേക്ക് ആ രോഗം പിന്നെ ശരീരത്തില്ലാതെയാവും. ഇത് ചുമ്മാ പറയണതോ ഒന്നുമല്ല, യഥാർത്ഥം നാച്ചുറലാണ് ഈ കാണിക്കുന്നതും പറയണത്. ഇത് തന്നെ നടക്കും, ഇത് തന്നെ സംഭവിക്കും, ഈ രോഗം തന്നെ മാറും. മറ്റ് രോഗങ്ങളൊന്നും ഇതിൽ കേൾക്കില്ല. ഈ രോഗത്തിന് വേണ്ടി മാത്രമാണ് എടുക്കണം. രോഗത്തിൻ്റെ പേര് മയക്ക ശ്വാസം. ഇതിൽ മാച്ചീനിയാണ് തട്ടുന്നത്. മാച്ചീനി എന്ന് പറഞ്ഞാൽ മരുന്നിന് ഒരു മധുരം ഉണ്ടാക്കണം. അതിലേക്ക് വേണ്ടിയിട്ടാണ്. മധുരം ഇല്ലെങ്കിൽ ഇത് നാവിയിലൊക്കെ കയറി വിൽക്കും. മാച്ചീനി മരുന്ന് റെഡി. ഇതും കൂടി അരച്ച് കഴിഞ്ഞാൽ മരുന്ന് റെഡി. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രോഗിക്ക് കൊടുക്കും. രോഗി മരുന്ന് കഴിച്ച് 3 ദിവസം കഴിയുന്നതും രോഗം കുറഞ്ഞു തുടങ്ങും. കഴിക്കുന്നത് മുതലേ കുറയും. കംപ്ലീറ്റാണ് കുറയുന്നത്. 3 ദിവസം കഴിയുന്നതും നല്ല കുറഞ്ഞു തുടങ്ങും. പിന്നെ ജലദോഷമില്ല, തുമ്മലില്ല, മൂക്ക് ചീറ്റലില്ല, വേറെ യാതൊരു പ്രശ്നവുമില്ല. ശ്വാസം മുട്ടൽ അത് കുറയും, തവള മുട്ടൽ കുറയും, മയക്കം കുറയും. ഇതിന് മുമ്പേ ഒരു കഷായം കൂടിയുണ്ട്. ആ കഷായം കൊടുത്തതിന് ശേഷമാണ് ഈ ചൂർണം കൊടുക്കുന്നത്.